ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ ഹൽവയാണ്. പഴം വെച്ചുണ്ടാക്കുന്ന ഹൽവയാണ് ഇന്നത്തെ റെസിപ്പി. കറുത്തുപോയ പഴം കഴിക്കാൻ എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ പഴം വെച്ചിട്ടാണ് നമ്മൾ ഈ ഹൽവ ഉണ്ടാക്കുന്നത്. കറുത്തുപോയ പഴം ശരിക്കും നമ്മുടെ ബോഡിക്ക് വളരെ നല്ലതാണ്. അതിലൊരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അത് നമ്മളുടെ സ്കിന്നിന് നല്ലതാണ്. അതുപോലെ തന്നെ ക്യാൻസറിനെ ഫൈറ്റ് ചെയ്യാനും അത് നല്ലതാണ്. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത്. 4 പഴമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് നല്ലപോലെ കറുത്തുപോയ 4 പഴമാണ്. ആദ്യമേ തന്നെ ഈ 4 പഴവും മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇനി നമ്മൾക്ക് ഇതിനകത്തോട്ട് ശർക്കരപ്പാനി ആവശ്യമുണ്ട്. അതിനായിട്ട് 1 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 3/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിക്കുക. ഇതിനകത്ത് ശർക്കര ഒഴിക്കുന്നത് നമ്മളെടുക്കുന്ന പഴത്തിൻ്റെ മധുരം അനുസരിച്ചിരിക്കും. ഒരുപാട് മധുരമുള്ള പഴമാണെങ്കിൽ അധികം ശർക്കര ഒഴിക്കേണ്ട ആവശ്യമില്ല. ശർക്കര നീരൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇത് അരിച്ച് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ശർക്കര നീര് തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിനി ഇത് അരിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് വേണ്ടത് കോൺഫ്ലവറാണ്. 1/2 കപ്പ് കോൺഫ്ലവർ 3/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഒഴിക്കുന്ന സമയത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്യണം. കാരണം ഇത് കുറച്ചു നേരം വെച്ചിരുന്നാൽ കോൺഫ്ലവർ എല്ലാം അടിയിലോട്ട് പോകും. ഇപ്പോൾ നമ്മൾ പഴം അരച്ച് റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ശർക്കര നീര് റെഡിയായിട്ടുണ്ട്. കോൺഫ്ലവറും റെഡിയായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് ഒഴിക്കാനുള്ള പാത്രം കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കണം. അതിനായിട്ട് ഏത് ഷേപ്പിലുള്ള പാത്രം വേണമെങ്കിൽ എടുക്കാം. ഞാനിവിടെ ഇതുപോലത്തെ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് നെയ്യ് ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഹൽവ ഉണ്ടാക്കി അത് തിരിച്ചിടുമ്പോൾ പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ ഹൽവ ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്തോട്ട് 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ആദ്യം തന്നെ വേണമെങ്കിൽ നട്ട്സ് വറുത്ത് പോരാം. ഞാനിവിടെ ഓൾറെഡി നട്ട്സ് വറുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് കാണിക്കാത്തത്. ഇനി ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച പഴം ഒഴിച്ചു കൊടുക്കുക. ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ ഇതിനകത്ത് പെട്ടെന്ന് കട്ടകൾ വരാൻ ചാൻസ് ഉണ്ട്. ഒരു 5 മിനിറ്റ് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ശർക്കര നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതെല്ലാം ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇതിനകത്ത് കട്ടകളെല്ലാം വരും. ശർക്കര നീര് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ഹൽവ ഈ പരുവത്തിലായിട്ടുണ്ട്. ഈ സമയത്ത് ഇതിനകത്തോട്ട് 1 നുള്ളി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ നേരത്തെ കലക്കി വെച്ച കോൺഫ്ലവർ എടുക്കുക. അതൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഹൽവ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ആ സമയത്ത് വേണം നമ്മളിത് ഒഴിച്ചു കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇതിനകത്തും പെട്ടെന്ന് തന്നെ കട്ടകൾ വരും. ഈ സമയത്തെല്ലാം ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഇളക്കാനായിട്ട്. ആദ്യം പകുതി കോൺഫ്ലവർ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ബാക്കി പകുതിയും കൂടെ ഒഴിച്ചു കൊടുക്കുക. കോൺഫ്ലവർ ഒക്കെ ഒഴിച്ച കാരണം ഇനി ഇത് ചെറുതായിട്ട് കുറുകാൻ തുടങ്ങും. ചെറുതായിട്ട് കുറുകി തുടങ്ങുന്ന സമയത്ത് 1 ടീസ്പൂൺ നെയ്യും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർക്കുമ്പോൾ ഇത് പാത്രത്തിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഒന്ന് വിട്ടുവരാൻ തുടങ്ങും. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിന് നമ്മൾക്ക് നേന്ത്രപ്പഴം തന്നെ വേണമെന്നില്ല, ഏതുതരം പഴം വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഹൽവ നന്നായി കുറുകി വന്നിട്ടുണ്ട്. പാത്രത്തിൽ നിന്നൊക്കെ നന്നായി വിട്ടുവരാൻ തുടങ്ങി. ഈ സമയത്ത് നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് നെയ്യൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമ്മൾക്ക് നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ച പാത്രത്തിനകത്തോട്ട് ഹൽവ മാറ്റാം. ഇതിനകത്ത് കുറച്ച് നട്ട്സ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഹൽവ തിരിച്ചിടുമ്പോൾ നല്ല ഭംഗിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി ഒരു സ്പൂണിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് നെയ്യ് തേച്ച് അത് വെച്ചിട്ട് ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കണം.
ഇപ്പോൾ നമ്മളുടെ ഹൽവയെല്ലാം നല്ലപോലെ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലും കൂടെ കുറച്ച് നട്ട്സ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് തണുക്കാൻ വെക്കണം. അതിനുശേഷം വേണം നമ്മൾക്കിത് കട്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മളുടെ ഹൽവയെല്ലാം നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് നമ്മൾക്ക് കട്ട് ചെയ്തെടുക്കണം. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഹൽവയാണ്. പെട്ടെന്ന് നമ്മൾക്ക് ഉണ്ടാക്കാനും പറ്റും. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസ് എല്ലാം അറിയിക്കണേ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്